ഇന്ന് ചാനൽ തുറന്നാൽ പൗർണമി ആദ്യം കാണുന്ന പേരാരാണ്? ക്വസ്റ്റ്യൻ ആരായിരിക്കും? ആദ്യം കണ്ടാലും ഇല്ലേലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും രേണു സുധി എന്നുള്ള ആള്, ആ നെയിം അവിടെ ഗ്ലിറ്ററിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ നാളുകളായിട്ട് സ്റ്റേബിൾ ആയിട്ട്, ശരിയാണ്, നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി മില്യൺ അടിക്കുന്ന നാളെ രാത്രി ആൾക്കാർ മറക്കും. ഇന്ന് 5 മില്യൺ അടിക്കുന്ന നാളെ ആൾക്കാർ ഓർക്കണമെന്ന് പോലും ഇല്ല. കൂടിയൊന്ന് ഒരു മാസമൊക്കെ കടന്ന് ഓടുമായിരിക്കും. പക്ഷേ രേണു സുധി എന്ന വ്യക്തിയുടെ കോണ്ടന്റുകൾ അത് എടുത്തിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. പക്ഷെ അതത്ര സന്തോഷകരമായിട്ടല്ല അവരത് ചെയ്യുന്നത്. കാരണം രേണുസുധീരെ കണ്ടന്റ് നെഗറ്റിവിറ്റി കൂട്ടിക്കൊണ്ട് അവരെ തേജോവധം ചെയ്തുകൊണ്ടാണ് പല ചാനലുകളും, എല്ലാവരെയും പറയത്തില്ല, അതൊരു 100 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 20% ആൾക്കാർ അവരുടെ വ്യക്തി ജീവിതത്തെ ചുഴുന്ന് അവരെ എങ്ങനെയൊക്കെ നാണം കെടുത്താവോ അങ്ങനെയൊക്കെ ആനന്ദം കണ്ടെത്തുന്ന കുറെ മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ സഹിക്കെട്ടിട്ട് എനിക്കൊന്ന് ഒരു 6-7 മാസം കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ചെയ്തതിന്റെ പേരിൽ അവസാനം രേണുസുധി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനെയും വെച്ച് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ വ്ളോഗർമാർ. ഓക്കെ, അവരുടെ വയറ്റിപ്പഴപ്പ് അവരെന്ന് ജീവിക്കട്ടെ. പക്ഷേ ഈ വ്യക്തിഹത്യക്കെതിരെ ഞാൻ എപ്പോഴും പറയുന്ന പൗർണമി, തീർച്ചയായിട്ടും ഇതിനൊരു നടപടി ഉണ്ടാവണം. അല്ലെ, വ്യക്തിഹത്യ ചെയ്യുന്നതിന് അവരുടെ പേഴ്സണൽ ലൈഫ് പോയി ചുരണ്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചുപോയി, ഒരുപക്ഷെ പാവം ലോകത്ത് ഒരാളും കാണത്തില്ല ഇങ്ങനെ മരണത്തിന് ശേഷം ഇത്രയധികം പേര് കേട്ടൊരു മനുഷ്യനല്ലേ. അദ്ദേഹത്തിന്റെ കറന്റ് വൈഫ്, വിധവയായ വൈഫ് എന്ന് പറഞ്ഞാൽ രേണുസുധി. അതിന്റെ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. സുധിച്ചേട്ടൻ രേണുസുധിയെ മാത്രമേ വൈഫായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിന്റെ നടുക്കൊരാളുടെ പരാതിയൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അത് അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ്. അത് അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ രേണുസുധി ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇതിനൊന്നും രേണുസുധി മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുധിച്ചേട്ടൻ എത്ര വൈഫുണ്ടെന്നോ അതിൽ ഇത്രാമത്തെയാണ് ഞാനെന്നൊന്നും രേണുസുധി ചോദിക്കുന്നതോടൊക്കെ എനിക്ക് അറിയില്ല എന്നുള്ള മറുപടിയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇവരുടെ മെന്റൽ പവർ അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ പൗർണമിക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സൈബർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സ്ത്രീ അല്ലേ? തീർച്ചയായും അല്ല, ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഇവർ മാത്രമേ കാണുള്ളൂ. ശരിക്കും ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഏതെങ്കിലും ആൾക്കാർ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ പുറമേ വരാതെ അല്ലെങ്കിൽ ഫേസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാതെ മീഡിയയിലൊന്നും വരാതെ ഏതെങ്കിലും ഒരു സാധാരണ ജോലി ചെയ്താണ് പോയിരുന്നത് എങ്കിൽ സുധി എന്നോ രേണു എന്നോ ഈ 2 പേരുകളും ഇത്ര ചർച്ചാ വിഷയവും ആവില്ലായിരുന്നു. ഈ പറയുന്ന രേണുസുധി ഇത്ര ഫേമസും ആവില്ലായിരുന്നു. പക്ഷെ അവർ ധൈര്യപൂർവ്വം അവർക്ക് എന്താണോ ഇഷ്ടം, അവരുടെ പാഷൻ എന്താണോ ആ ഒരു വഴി അവർ ചൂസ് ചെയ്തു. ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങി. ഒരുപാട് വിമർശനങ്ങൾ തുടരെ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് അല്ലേ, കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് എന്നും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ആയിട്ട് തന്നെയല്ലേ രേണുസുധി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു തുടങ്ങിയ കാലം തൊട്ട് ഇപ്പോൾ വരെ പല രീതിയിലും ഇടയ്ക്കൊന്ന് ശാരിക തന്നെ കാരണം ആയിരിക്കാം ഒരു പക്ഷെ ഒന്ന് നല്ല കമന്റ്സ് വന്നെങ്കിലും ആ സെയിം ടൈമിൽ തന്നെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഏതൊരാൾ നന്നാവുന്ന കണ്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ ആ ആളെ ഒന്ന് അടിച്ചിടണം എന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടിട്ട് നോർമലി പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവാം. ആ വിഷമം അവരുടെ ആ ഒരു പ്രൊഫഷനെ മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നേരിടാനൊക്കെ കാരണമാവും. പക്ഷെ ഇവിടെ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ബോൾഡായിട്ട് തന്നെ നിന്നുകൊണ്ട് ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഒഴുക്കിൻ്റെ കൂടെ അവരങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമായിട്ട് ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയധികം വിമർശനങ്ങൾ, ബോഡി ഷേമിങ് എന്ന് വേണ്ട അവരെ പറ്റി പറയാൻ ഇനി ബാക്കി ഒന്നും ഇല്ലല്ലോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ളപ്പോഴും രേണുസുധി നല്ല സൂപ്പറായിട്ട് എന്താണോ തനിക്ക് താല്പര്യം, അതിപ്പം ശാരി ഇപ്പം പറഞ്ഞ പോലെ ആള് ഈ വിമർശനങ്ങളെ എല്ലാം നേരിട്ട് അവസാനം ഏറ്റവും വലിയൊരു മേഖലയുടെ, ഒരു സിനിമാ ചലച്ചിത്ര മേഖലയുടെ തന്നെ ഭാഗമായി കഴിഞ്ഞു അല്ലെ. ഇനിയിപ്പോ ഇതിൽ പറയുന്ന എന്താണ് വേണ്ടത്? അതെ, കാരണം രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം രേണുസുധി ആ ഇന്റർവ്യൂവിൽ, ഞാനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ മൈൻഡ് ഇങ്ങനെ കട്ടിയായി പോയി ശാരിക എന്ന രീതിയിൽ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാനല്ല പ്രേക്ഷകർ ചോദ്യം ഞാൻ ചോദിച്ചതാണ്, സൈക്കോ ആണോ നിങ്ങളെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ, ഒരു സൈക്കോ ആണ്. അവർ അത്രയും ബോൾഡായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും രേണുസുധിയുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നു. ചോദിക്കുന്ന എല്ലാ കമന്റ്സിനും അവർക്ക് വ്യക്തമായ ഉത്തരം. പക്ഷെ അവർക്ക് സംസാരിക്കാൻ അറിവില്ലാത്ത സ്ത്രീയല്ല, നല്ല വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയുന്ന സ്ത്രീയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ കേൾക്കുമ്പോൾ നോക്കുന്നു, നിങ്ങളെന്താ രേണുസുധിയുടെ PR വന്നിരിക്കുവാണെന്ന്. അങ്ങനെയല്ല, നമ്മൾ അവരുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ അത് ഡിഗപ്പ് ചെയ്തുകൊണ്ട് അവരെ ഇങ്ങനെ തേജോവധം ചെയ്യുക. പക്ഷെ അവരെ നമ്മൾ കാണുമ്പോൾ അവരൊരാളുടെയും പേഴ്സണൽ ലൈഫ്
എടുത്തിട്ട് പറയുന്നില്ല. ഈ പറയുന്ന അവരെ വിമർശിക്കുന്ന അവർക്കെതിരെ ഈ പറയുന്ന ഓരോ വാലുകളുണ്ടല്ലോ, ആ വാലുകളുടെ കുടുംബചരിത്രം പോലും രേണുസുതി തപ്പി പിടിച്ച് പോകുന്നില്ല. എന്താ രേണുസുതിക്ക് പൊയ്ക്കൂടെ? രേണുസുതിക്ക് പക്ഷേ സമയമില്ല എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ ഒരു പ്രൊഫഷന്റെ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അവർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ പുതിയൊരു പടത്തിന്റെ ഷോർട്ട് ഫിലിം ആണോ സിനിമയാണോ എന്ന് എനിക്കറിയില്ല, ഒരു പടത്തിന്റെ ഷൂട്ടിന്റെ ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ ഫോട്ടോഷൂട്ടുകളുടെ തിരക്കോട് തിരക്കാണ്. TRP റേറ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ഇപ്പോ കേരളത്തിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രേണുസുതി ആണ് എന്ന് തന്നെ പറയാം. ഈവൻ മെയിൻ സ്ട്രീം ഓൺലൈൻ പേജുകൾ, മാധ്യമങ്ങൾ വരെ, മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വരെ കാർഡായിട്ട്, ഗ്രാഫിക് കാർഡായിട്ട് പോലും രേണുസുതിയുടെ വിഷയം അല്ലെങ്കിൽ രേണുസുതി ഇന്ന രീതിയിൽ ഫോട്ടോഷൂട്ട് ചെയ്ത് വൈറലാവുന്നു എന്ന തരത്തിലുള്ള കാർഡുകൾ വരുന്ന രീതിയിൽ അപ്ഗ്രേഡഡ് ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ കഴിവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു രീതിയിലേക്ക് രേണുസുതിയെ ഉയർത്തിയത് തീർച്ചയായിട്ടും ഈ വിമർശകരാണ്. അതുകൊണ്ട് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ വിമർശകരോടായിരിക്കും ഏറ്റവും കൂടുതൽ കടപ്പാട് അറിയിക്കാൻ. കാരണം ഒരു സ്ത്രീയെ എനിക്ക് തോന്നുന്നില്ല, എനിക്കൊന്നും ആദ്യം ഹണി റോസ് ആയിരുന്നു ടാർഗറ്റിലുണ്ടായിരുന്നു. പക്ഷെ ഹണി റോസ് സത്യം പറഞ്ഞാൽ പരാതി കൊടുത്തതിന് ശേഷം പുള്ളി അതെങ്ങനെ മെയിൻ മാധ്യമങ്ങളൊന്നും ഇപ്പൊ നമ്മൾ കാണുന്നില്ല. ഉദ്ഘാടനമൊക്കെ പുള്ളിക്കാരി കുറച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ രേണുസുതി അന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിച്ചു. ഹണി റോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രേണുസുതി അന്ന് ആരുമല്ല, ആർക്കും അറിയില്ല രേണുസുതി ഒരു അഭിനേത്രി ആയിട്ട് പോലും ഇല്ല. ചെറിയൊരു റീൽസ് തുടങ്ങിയതാണ് ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള. പക്ഷെ അത് അന്ന് വിമർശിച്ചില്ലായിരുന്നെങ്കിൽ ഇത് എക്സ്ട്രീം വിമർശനമായി പോയി. ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീയെ വളരെ വ്യക്തമായി വസ്ത്രധാരണം ചെയ്തുകൊണ്ട് അവരുടേതായ സൗന്ദര്യത്തിൽ നിന്നുകൊണ്ട് അവർ ചെയ്തു. അതിലും വലിയ കോമാളിത്തരം കാണിച്ച് എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നു. അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു വെറുപ്പ് ഇവരോട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തിനോ വേണ്ടിയിട്ട് ആർക്കും ഒരു ഇതൊന്നും ചെയ്തുകൊണ്ട് ഇവർക്കാർക്കും പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രേണുസുതിയുടെ പ്രൊഫഷൻ, രേണുസുതിയുടെ പേയ്മെന്റ് കിട്ടുന്നുണ്ടോ? പക്ഷേ ഇങ്ങനെ പറയുന്നവർക്ക് എന്ത് പൈസയാണ് കിട്ടുന്നത്? ഒരു ആത്മസുഖം അല്ലെങ്കിൽ ആത്മരതി എന്നൊക്കെ പറയാം അല്ലെ, രതി വൈകുക. സ്റ്റിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് രേണുസുതിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എന്നും അവര് ചർച്ച ചെയ്യപ്പെടുകയാണ്, ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അവർക്ക് വാല്യൂ നിലനിർത്താൻ ഇവര് നമ്മളടക്കമുള്ള ആളുകൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവർക്ക് ഈ നെഗറ്റീവ് വൈബ് അല്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ അങ്ങ് മറക്കും. തീർച്ചയായും. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ ആരെങ്കിലും പറയൂ. ഇപ്പൊ നെഗറ്റീവായി അതും ഒരു സൈബർ കുറെ വർഷത്തിന് എനിക്കൊന്നും സൈബറിന്റെ ചരിത്രത്തിൽ പോലും, സൈബർ ഓളികളുടെ ചരിത്രത്തിൽ പോലും ഇത്രയും ക്രൂരമായിട്ടുള്ള സൈബർ അറ്റാക്കിങ്ങിന് വിധേയമായ സ്ത്രീ ഒരു പക്ഷേ രേണുസുതി എന്ന ആർട്ടിസ്റ്റ് മാത്രം. ഒരുപാട് പേർക്ക് പിന്നെ സൈബർ അറ്റാക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ഇല്ലാ കഥകൾ പലതും പറയുന്നുണ്ട്. പക്ഷേ രേണുസുതി സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള, അവർ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ ഇന്റർവ്യൂറെ എനിക്ക് വരെ എന്തോരം മോശം കമന്റുകൾ കേട്ടു. അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കമന്റുകൾക്ക് ഇത്രയും വൾഗാരിറ്റിയിൽ ഒരാളെ കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും രേണുസുതിയുടെ ഒരു പവർ എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പറഞ്ഞത് ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് രേണുസുതി. കാരണം ഒരുപാട് സ്ത്രീകൾ പല കാര്യങ്ങളും നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് നാണക്കേടല്ലേ, ഈ ഒരു ചിന്തയോ ഈ ഒരു വിചാരമോ രേണുസുതിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഉള്ള തലത്തിലേക്ക് ഉയരില്ലായിരുന്നു. അപ്പോൾ രേണുസുതിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കും. ഇപ്പം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വരാനാണ് രേണുസുതിക്ക് താല്പര്യമെങ്കിൽ ആ വഴി വെട്ടി തന്നെയാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ശരിക്കും രേണുസുതി തിരഞ്ഞെടുത്തത് അവർക്ക് ഇഷ്ടമുള്ളൊരു വഴിയാണ്. ഒരിക്കലും അവരുടെ വഴി പോകണമെന്ന് ആരും ആരോടും പറയില്ല. പക്ഷെ അവനവന് വേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടെന്നുള്ള ധാരണ പല സ്ത്രീകൾക്കും പലർക്കും ഉണ്ടാവും. പക്ഷേ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ശരിയാവുമോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ഈ ഒരു കൺഫ്യൂഷനിൽ അവിടെ തടഞ്ഞു കിടക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിനെ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെടുത്ത തീരുമാനം എന്തുമായിക്കൊള്ളട്ടെ അതിന് പിന്നാലെ പോകാനുള്ളൊരു ധൈര്യം കാണിക്കുക. ചിലപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ ഈ വിമർശനങ്ങൾക്കെല്ലാം ഒടുവിൽ നമുക്ക് എപ്പോഴും നേട്ടമാണ് കിട്ടാൻ പോകുന്നത് എങ്കിൽ മറ്റുള്ളവരുടെ വാക്കിന് അവിടെ എന്ത് വിലയാണുള്ളത്? ജീവിതം നമ്മുടെയാണ്, തീരുമാനങ്ങളും നമ്മുടേതാവണം.